ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ചിക്കൻ ബിരിയാണി കഴിക്കുന്ന അതേ രുചി തന്നെ നമുക്ക് ഒരു വെജിറ്റബിൾ ബിരിയാണിയും കഴിക്കാം. അപ്പോൾ അധികം ആളുകൾക്കും വെജിറ്റബിൾ ബിരിയാണി ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടും. ഈ ബിരിയാണിക്ക് ഞാൻ എടുക്കുന്നത് ബസ്മതി റൈസാണ്. 1 കിലോ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകിയിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോഴാണത് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ട് അത് നല്ലോണം കഴുകിയതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഉള്ളി, വലിയ ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഒന്ന് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് നമ്മുടെ ഈ ഒരു ബിരിയാണീൻ്റെ മസാലയിലേക്ക് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ 2 വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായി പൊരിഞ്ഞ് വന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ആ ഓയിൽ തന്നെയാണ് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചെടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് എൻ്റെ കയ്യിൽ കുറവായതുകൊണ്ട് കുറച്ചാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ഓയിലുണ്ടല്ലോ, ബാക്കിയുള്ള ആ ഓയിലിൽ തന്നെയാണ് കേട്ടോ ബാക്കിയുള്ള മസാലകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ പൊരിച്ച ആ ഒരു ഓയിലിലേക്ക് നമ്മൾ 2 പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ ചെറുതാക്കി മുറിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം. പണ്ടൊക്കെ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഇത് ഉണ്ടാവാറുണ്ടായിനി. ഇപ്പോൾ എവിടെയും അങ്ങനെ കാണലില്ല കേട്ടോ. ഈ ഒരു ബിരിയാണിയിൽ വല്ലപ്പോഴും ഉണ്ടാക്കലുള്ളൂ, അത് കഴിക്കാറുള്ളൂ. എന്നാലും ഇതൊന്നും ഉണ്ടാവലില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ആദ്യം തന്നെ പെട്ടെന്ന് ഒരൊറ്റ ട്രിപ്പിനേ ഉള്ളൂ കേട്ടോ. കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരുപാട് എടുത്തിട്ടില്ല. അപ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കൂട്ടുട്ടോ ഇത്. പിന്നെ ആ ഓയിലിലേക്ക് നമ്മൾ ബീൻസ്, ഈ ഉരുളക്കിഴങ്ങ്, പിന്നെ ക്യാരറ്റ്, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഉണ്ടല്ലോ അതും. ഇത് വളരെ കുഞ്ഞായിട്ട് അരിയേണ്ട, എന്നാലും ഏകദേശം ഒരു വലിപ്പം വേണം കേട്ടോ. അപ്പോൾ ഈ കോളിഫ്ലവർ ഈ ഒരു വലിപ്പമാണ് വേണ്ടത്, ഒരുപാട് ചെറുതാക്കണ്ട. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. ഒന്ന് ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇടയ്ക്ക് ഒന്ന് വഴറ്റി എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. കുറച്ച് സമയം ഒന്ന് വഴറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഈ വെജിറ്റബിൾസ് ഒന്ന് പെട്ടെന്ന് വെന്ത് വരും. ഒരുപാട് വേവുള്ള വെജിറ്റബിൾസ് ഒന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ആ വെള്ളം ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാടായി പോണ്ട, കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു റൈസ് വേവിക്കുമ്പോഴൊക്കെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലായി പോയാൽ ടേസ്റ്റ് മാറുമല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം എടുക്കുക. പിന്നെ വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ ആ ഒരു കടായിൽ വെച്ചിട്ട് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് മസാല. പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിലുള്ള കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സാധാ മുളക് പൊടി ആയാലും കുഴപ്പമില്ല, പക്ഷേ ഇവിടുത്തെ നല്ല എരിവുള്ളതായതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ അളവിലുള്ള ഈ ചിക്കൻ മസാലപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ അളവിലുള്ള ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ മസാലപ്പൊടിക്ക് പകരം പിന്നെ ബിരിയാണി മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ 2 വലിയ ഉള്ളി പൊരിച്ചെടുത്തിട്ടില്ലേ, അതിൽ നിന്നും ഒരു 1/4 ഭാഗം എടുത്തിട്ട് ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ 1/4 ഭാഗം മാത്രം നമ്മൾ ഈ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതിയാവും. വീണ്ടും ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ കുക്കായതിന് ശേഷം വേറെ പാത്രത്തിലിട്ടിട്ടാണ് കേട്ടോ ദം ചെയ്യുന്നത്. ഇതൊന്ന് നല്ലോണം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സാധാ വെള്ളത്തിന് പകരം ഞാൻ ഈ ഗ്രീൻ പീസ് വേവിച്ച വെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ വെള്ളം വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റല്ല, ഒന്ന് ഏകദേശം ഒന്ന് ചതഞ്ഞ് വന്നത്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി വേണമെങ്കിൽ ആദ്യം തന്നെ ഇടാം കേട്ടോ, പച്ചക്കറി അപ്പം തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇടാൻ നേരം വൈകിപ്പോയിട്ടപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നല്ലോണം ഈ തൈരും ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം നല്ലോണം ഒന്ന് വെജിറ്റബിൾസൊക്കെ ഒരു 80% വേവായിട്ടുണ്ട്. എന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഇത്തിരി ഗ്രേവി ഉണ്ട് കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ദമ്മിടുമ്പോൾ അത് സെറ്റായി വന്നോളും. ഇനി നമ്മൾ നെയ്ച്ചോറ് വെക്കുകയാണ്. അതിനായിട്ട് ഇതാ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 6 kg ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് പിന്നെ കുറച്ച് ചെറിയൊരു പീസ് പട്ടയും ഗ്രാമ്പും 2-3 ഏലക്കായും ഒക്കെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി ഊറ്റി കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു റൈസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുകയാണ്. നമ്മൾ സാധാരണ ഈ തിളപ്പിച്ചൂറ്റിയാലും കുഴപ്പമില്ല, ഈ നെയ്ച്ചോറാക്കി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വറുത്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക.
ഇത് ഈ ഒരു റൈസ് വറുത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തന്നെ വെള്ളം തിളപ്പിച്ച് വെക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ ആ ഒരു റൈസ് സെറ്റായി വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതാവുള്ളൂ. അല്ലാതെ നമ്മൾ വറുത്ത് വെച്ചതിന് ശേഷം വെള്ളം തിളപ്പിക്കാൻ പോകരുത്. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരുപാടായി പോണ്ട ശ്രദ്ധിച്ചിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ സെറ്റായി വരും കേട്ടോ. പിന്നെ അത് അതിലേക്ക് ഒരു 2-3 പച്ചമുളകും ഒരു ചെറുനാരങ്ങൻ്റെ നീരും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ ഇടുന്നത് ആ റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നാരങ്ങ ചേർക്കുന്നത് റൈസ് ഒട്ടിപ്പിടിക്കാക്കാനും കൂടി വേണ്ടിയിട്ടാണ്. നേരത്തെ ഏലക്ക ഇട്ട് കൊടുക്കാൻ മറന്നു പോയതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കുക, പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, എന്തായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് നേരത്തെ നമ്മൾ മസാലയ്ക്ക് വേണ്ടി ചതച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഈ ഒരു നെയ്ച്ചോറ് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഏലക്ക പിന്നെ ഗ്രാമ്പൂ പട്ട അത് മസ്റ്റാണ് കേട്ടോ ചേർക്കണം. അത് എന്തായാലും വിട്ടു പോകരുത്. നെയ്ച്ചോറിന് നല്ലൊരു സ്മെല്ലും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രത്യേകമായിട്ട് ചേർക്കുന്നത്. ഇതാ റൈസൊക്കെ വെന്ത് വന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ആ ചെറിയൊരു കടായിലല്ലേ ചെയ്തത്, അതുകൊണ്ടാണ് വലിയ പാത്രത്തിലേക്ക് ആക്കുന്നത്. പിന്നെ ഇതാ റൈസ് നമ്മളിതാ എല്ലാം കൂടി ഇട്ട് മുകളിലത്തത് ആദ്യം ഇട്ട് കൊടുക്കട്ടോ. അത് ലേശം ഒരു വേവ് കുറവായിരിക്കും, അടിയത്തതാണ് വെന്തിട്ടുണ്ടാകുക. പിന്നെ ആ ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് നേരത്തെ നമ്മൾ ബ്രെഡ് പൊരിച്ചില്ലേനും അത് ഇട്ട് കൊടുത്ത്, പിന്നെ മല്ലിയില, പിന്നെ ഈ ഉള്ളി പൊരിച്ചത്, അണ്ടിപ്പരിപ്പും മുന്തിരി അതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് നല്ലോണം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതാ കുറച്ച് നമ്മൾ സാധാരണ ബിരിയാണി ദമ്മ് ചെയ്യുന്ന പോലെ തന്നെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മളിതാ ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് അണ്ടിപ്പരിപ്പും അതൊക്കെ ഉണ്ടല്ലോ ബാക്കി, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം വെന്ത് സെറ്റായതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഒന്ന് ദം ചെയ്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റോളം തീയൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കത്തിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളും. പിന്നെ സാധാരണ ബിരിയാണി കഴിക്കുന്നതുമായി തന്നെ 1 മണിക്കൂറിന് ശേഷം മാത്രം ഈ ഒരു ദമ്മ് പൊട്ടിച്ചാൽ മതി. എന്നിട്ട് മൊത്തത്തിലാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഈ സാധാ ബിരിയാണി നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ മസാല വേറെ റൈസ് വേറെ അല്ലേ, ഇതങ്ങനെയല്ല. ഇത് മസാല എല്ലാം കൂടി റൈസിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ലൊരു സാലഡാണ് കേട്ടോ. ഇതും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്യാരറ്റും കക്കിരിയും നമ്മളിതാ ഈ ഒരു ചോപ്പറിലിട്ടിട്ടാണ് സെറ്റാക്കി എടുക്കുന്നത്. നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി. ഈ സാലഡ് മിക്സ് ചെയ്യാനുള്ള ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനിതാ 1 ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മിക്സിയിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാരറ്റും കക്കിരിയും ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക്. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില അതൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ 1 മുറി ചെറുനാരങ്ങൻ്റെ നീരും ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് സുർക്ക ചേർക്കാം കേട്ടോ അതിലേക്ക്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടിയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഈ നാരങ്ങനീരും സുർക്കയൊക്കെ വളരെ കുറച്ചേ ഇഷ്ടമുള്ളൂ, അതുകൊണ്ടാണ് വളരെ കുറച്ച് ചേർത്തത്. കുറച്ചും കൂടി അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പൂൺ വെച്ചിട്ടല്ല കേട്ടോ, കൈ വെച്ചിട്ട് തന്നെയാണ് വേണ്ടത്. പിന്നെ അതിലേക്ക് പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, എന്നാലും പച്ചമുളകിൻ്റെ ടേസ്റ്റും ഒന്നും കൂടി വേണം, അതുകൊണ്ടാണ്. ഈ ഒരു സാലഡ് ബിരിയാണീൻ്റെ കൂടെയും ഏത് റൈസിൻ്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.